അതെ. അയ്യോ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. പക്ഷേ എന്റെ തമ്പുരാനെ, നിങ്ങളെല്ലാരും പുറത്തു പോണം. ഇച്ചായ നല്ല മയക്കത്തില്ല. ഇപ്പൊ തന്നെ വിളിച്ചുണർത്തി മൊഴിയെടുക്കണോ? വേണം. മൊഴിയെടുക്കാതെ ഇയാളങ്ങനെ തട്ടിപ്പോയാലേ ബാക്കിയുള്ള തൂക്കും. വേണ്ട, കിടന്ന് തുള്ളാടാ. ഇതുപോലെ ആക്സിഡന്റ് കാലൊരെണ്ണം പോയാൽ മതി. അതോടെ നിന്റെയൊക്കെ സകല കളി തീരും. വേണ്ടെന്ന് പറഞ്ഞില്ല. നീയാണ് പറയുന്നത്. നടക്ക്, വരാനല്ലേ? വിടാനല്ലേ പറഞ്ഞത്? ഡോർ ക്ലോസ് ചെയ്തോ സാർ. മാത്തച്ചൻ, മാത്തച്ചൻ, മാത്തച്ച, മാത്തച്ചൻ, മാത്തച്ച, മാത്തച്ച, മാത്തച്ച. വേദന സഹിക്കാൻ വയ്യാതെ ഇതുവരെ കരച്ചിലായിരുന്നു. ഇപ്പൊ ഒന്ന് മയങ്ങിയതേ ഉള്ളൂ. ദയവ് ചെയ്ത് ഉണർത്തരുത് സർ. ഇയാൾ ഉണർന്നവരെ കാത്തിരിക്കാൻ പറ്റില്ല. മിണ്ടാതെ നിന്നില്ലെങ്കിൽ രണ്ടിനെ പിടിച്ച് പുറത്താക്കി ഞാൻ. മാത്തച്ച, മാത്തച്ച, മാത്തച്ച. എങ്ങനെയാണോ ആക്സിഡന്റ് ഉണ്ടായത്? എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായെന്ന് തന്നോടാ ചോദിച്ച. എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായെന്ന്? ഒരു ലോറി ഇടിച്ചതാ. നിർത്താതെ പോയ ആ ലോറി ഏതാണെന്നറിയാവോ? അത് ഓടിച്ചിരുന്ന ആളെയോ അതിലുണ്ടായിരുന്ന മറ്റാരെങ്കിലും താൻ കണ്ടായിരുന്നോ? ഇല്ല, അന്യദിക്കിന്ന് വന്ന ഒരു ലോറിയായിരുന്നു. സാറേ, സാറിങ്ങനെ പകലൂടെ വരുന്നുണ്ട്. അയലത്തുകാരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് പോവാൻ പറയടി. അധികം പ്രശ്നം ഉണ്ടാക്കുന്ന പേരില്ലേ നീ വേറെ എന്തെങ്കിലും പേര് പറഞ്ഞൊരു കംപ്ലൈന്റ് എഴുതാ. ബാക്കി കാര്യം ഞാനേറ്റ്. എന്താടാ പ്രശ്നം? വലിയ കഷ്ടമാണ് സാറേ. ഇവിടെ ഉള്ളവർക്ക് മാനവ മര്യാദയായിട്ട് ജീവിക്കണം. എന്നാ നാളെ നിന്റെ വീട്ടിലോട്ട് വരാടാ. മര്യാദക്ക് സംസാരിച്ചില്ല താലോട്ട് പോവില്ല. എന്താ പറഞ്ഞു? മതി മതി. മഫ്റ്റിയിലാണേലും ഇദ്ദേഹം ഒരു സർക്കിൾ അല്ലായോ? മേലാൽ ഈ പരിസരത്തെങ്ങാനും കണ്ടുപോയ സർക്കിളേമാന്റെ നെഞ്ചത്ത് നാട്ടുകാർ ദേ ഇതുപോലെ പൊതുയോഗം കൂടും. എന്നാ മനസ്സിലായോ? സാറിന് ഇപ്പൊ കഷ്ടകാലം.
മീനാക്ഷി എടുക്ക് രാജേഷ്. അങ്ങോട്ട് എടുത്തേക്കണേ. ആ ഇപ്പൊ നമ്മൾ തമ്മിലുള്ള സകല കണക്കിന്റെയും ബാലൻസ് ഷീറ്റ് ടാലിയെ പോട്ടെ സാറേ. ആ ഇനി ഇതിന്റെ പേരിൽ വല്ല കള്ളക്കേസും ഉണ്ടാക്കി ഇക്കൂട്ടത്തിൽ ആരെങ്കിലും താൻ ദ്രോഹിച്ച പിന്നെ ഇതുപോലൊരു ജനകീയ വിചാരണയൊന്നും ഉണ്ടാവുകയല്ല. അങ്ങ് തീർക്കും ഞാൻ, കേട്ടല്ലോ. ആ ഇനി എല്ലാരും പോയട്ടെ. സർക്കിളേമാന് പോകണ്ടായോ? എടി മീനാക്ഷി, പൈസ എല്ലാം കിട്ടിയായിരുന്ന? കടം പറഞ്ഞു നേരാ. ഓർമ്മ വെച്ചോ. പോട്ടെ പോട്ടെ പോട്ടെ. പപ്പയുടെ അടുത്തോട്ട് വാ. മോനവിടെ പിണങ്ങി ഇന്ന് എന്നാത്തിനാ? അമ്മച്ചി വഴക്ക് പറഞ്ഞായിരുന്നോ? പിന്നെ അത് അപ്പ എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടി കാല് മാറ്റി വെച്ചിരിക്കുവാ. 2 ദിവസം കഴിഞ്ഞ് ജയ്പൂര് പോയി പുതിയൊരു കാല് ഫിറ്റ് ചെയ്തുകൊണ്ട് വന്ന് ഓന്റെ കയ്യും പിടിച്ച് ഗമേലൊരു നടപ്പുണ്ട്. ഒന്ന് കാണണ്ടേ? കുഞ്ഞെ എന്താ ഇത്? നീ ചുമ്മാ അവനെ കൂടെ വിഷമിപ്പിക്കാതെ കൊച്ചിനെ വിളിച്ചോണ്ട് അപ്പുറത്തോട്ടങ്ങനെ ചെല്ല് ചെല്ല്. മരുന്ന് കഴിക്ക. പുറത്തോട്ടൊന്നും പോവാൻ പറ്റാത്തോണ്ട് ഇരുന്ന് മുഷിയുന്നുണ്ടാവുമല്ലേ? ഒത്തിരി ഓടി നടന്നല്ലേ. ഇനി വിശ്രമിക്കാനാവും തമ്പുരാന്റെ കൽപ്പന. ആക്സിഡന്റ് ഉണ്ടാക്കിയവരെ അറിയില്ലെന്ന് പോലീസിനോട് കള്ളം പറഞ്ഞു. നന്നായി. നിന്നെ ഈ അവസ്ഥയിലാക്കിയത് ആരാണെന്ന് ചേച്ചിയമ്മയ്ക്കറിയാം. ചേച്ചിയമ്മേ ഒന്ന് പതുക്കെ. ഇനി ഇതിന്റെ പേരില് കുട്ടപ്പായി എങ്ങനെ പറഞ്ഞ വേണ്ട. ഇതോടെ അവരുടെ പക തീരുമെങ്കിൽ അങ്ങ് തീരട്ടെ. തീരില്ല. നിന്റെ ഇച്ഛായനെ ഇല്ലാതാക്കാൻ വേണ്ടി അവര് ചെയ്ത ചതിയ. അതില് പക്ഷെ നീ ഇങ്ങനെ. ദൈവമേ, ഇതെല്ലാം എവിടെ ചെന്നാവുന്ന അവസാനിക്കുന്നത്? ഇച്ഛായനോടൊന്ന് സൂക്ഷിക്കാൻ പറയണം. എല്ലാം ഞാൻ വ്യക്തമായി കണ്ടതാ. അവന് ആ പാറക്കാടന്റെ മോൻ അലോഷി. അവൻ മനഃപൂർവ്വം എന്റെ നിലയില്ലോ. കുട്ടപ്പായി, ഇച്ഛായനെല്ലാം എന്നോട് മറച്ചു വെച്ചു അല്ലേ? കുട്ടപ്പായി, നീ ആയിട്ട് ഇനി പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കണ്ട. ഇതൊക്കെ ക്ഷമിക്കാനുള്ള മനസ്സൊന്നും കുട്ടപ്പായിക്കില്ല. എന്റെ ഇച്ഛായന്റെ കാലൊരെണ്ണം കളഞ്ഞേച്ച് ഇനി അങ്ങനെ ഓടി നടക്കണ്ടവൻ. ചേച്ചി
നിയമവിരുദ്ധമായി നീയൊക്കെ കടത്തിക്കൊണ്ടുവന്ന ഈ സ്പിരിറ്റും നിന്നെയും എല്ലാം അകത്താക്കാൻ ഒരൊറ്റ കോൾ മതി കുട്ടപ്പായിക്ക്. പക്ഷെ കണക്കുകൾ നേർക്ക് നേർ തീർത്തുള്ള പാരമ്പര്യം എനിക്ക്. അയ്യോ ദാ കണ്ടില്ലേ, ഇതൊന്ന് അടുപ്പിച്ചാൽ ഒരുപിടി ചാരവാ നീ. കുട്ടപ്പായി വേണ്ട. നിന്റെ ജീവൻ എനിക്ക് വേണ്ട, പക്ഷെ നിന്റെ ഒരു കൈയും കാലും എനിക്ക് വേണം. കുട്ടപ്പായി, കുട്ടപ്പായി വേണ്ട. കുട്ടപ്പായി താഴെയിടാ, ഞാനാ പറഞ്ഞത് താഴെയിടാൻ. ഇവരെയൊക്കെ നേരെ ചുവയെ നടക്കാൻ വിട്ട ഇനി ഓരോ ഇച്ഛായമാരുടെ നെഞ്ചത്തോട്ട് കയറും. അപ്പഴേ അപ്പന് മനസ്സിലാവും. നിയമത്തിന് വേണമെങ്കിൽ തേവക്കാട്ട് മാത്തച്ഛനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഈ അലോഷയെ കസ്റ്റഡി എടുക്കാം, ശിക്ഷിക്കാം. And the same is applicable in your case too. അലോഷയെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ കുട്ടപ്പായം കസ്റ്റഡി എടുക്കാം. But I feel... ഹലോ. ഓ സാർ, ഇല്ല സാർ, കൺക്ലൂഡ് ചെയ്തിട്ടില്ല. ഒരു ഒത്തുതീർപ്പിന് പരമാവധി ശ്രമിക്കുന്നുണ്ട് ഞങ്ങള്. MLA അടുത്തുണ്ട്. കൊടുക്കണോ സാർ? സാർ കഴിഞ്ഞിട്ട് വിളിക്കാം സാർ. ആ, കേസും വഴക്കൊന്നും കൂടാതെ കോംപ്രമൈസിൽ എത്തിക്കണമെന്നാ ദാ ഇപ്പൊ വിളിച്ചപ്പോഴും ഹോം മിനിസ്റ്റർ പറഞ്ഞത്. അയ്യോ, ഹോം മിനിസ്റ്റർ ആയിരുന്നു. ഛേ, വെച്ച് കളഞ്ഞല്ലോ കളക്ടർ സാറേ. രാവിലെ മിനിസ്റ്റർ വിളിച്ചോ പറഞ്ഞിരുന്നു ഇടക്കിടക്ക് ഇങ്ങനെ വിളിക്കുമെന്ന്. കഴുതേ നിർത്തടാ. അവന്റെ ഒരു മിനിസ്റ്റർ. പ്ലീസ് മിസ്റ്റർ അവറാച്ചൻ. ക്ഷമിക്കണം സാർ. സി, ഇതിപ്പോ നിങ്ങൾ രണ്ടു കൂട്ടരും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല, ശരിക്കും ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം കൂടിയാണ്. യെസ്, രണ്ടു കൂട്ടർക്കും ഭരണതലത്തിൽ പിടിപാടുണ്ടെന്ന് കരുതി ഇനി ഈ കുടിപ്പക ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ല. നിങ്ങൾ രണ്ടു കൂട്ടരും തമ്മിൽ ഒരു കോംപ്രമൈസ് തീർച്ചയായും വേണം. ഒന്നുമില്ലേ, ഇത് എന്റെ മണ്ഡലമായി പോയില്ലേ കൊച്ചവസപ്പച്ച. ഇനി എനിക്ക് മാനക്കൻ ഉണ്ടാക്കി വെക്കരുത്. മാനം തേവക്കാട്ടുകാർ ജയിപ്പിച്ചു വിട്ട MLA അല്ലേ താൻ? താൻ അതേ പറയൂ. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 1.5 കോടി രൂപയുടെ നഷ്ടമാണ് ഈ പന്നൻ ഉണ്ടാക്കി വെച്ചത്. ആദ്യം ആ കാശെടുത്ത് വെച്ചിട്ട് മാപ്പ് പറയണം, അല്ലെങ്കിൽ പിന്നെ ഒരു കോംപ്രമൈസും ഇല്ല. 1.5 കോടി എടുത്ത് മേശപ്പുറത്ത് വെക്കാൻ തേവക്കാട്ടുകാര്. പകരം എന്റെ ഇച്ഛ എന്റെ നഷ്ടപ്പെട്ട കാല് തിരിച്ചു തരുമോ ഈ പന്ന? മിസ്റ്റർ കുട്ടപ്പായി, പ്ലീസ് കാം ഡൗൺ. അതെ, ക്ഷമിച്ചത് കൊണ്ട് തന്നെ. ഈ ഇരിക്കുന്ന അപ്പനും ഇച്ഛായന്മാരും തറഞ്ഞില്ലായിരുന്നെങ്കിൽ തല്ലി ഓടിച്ച് ദൂരെ എറിഞ്ഞേനെ. ഇവന്റെ ഒരു കൈയും കാലും ഈ കുട്ടപ്പായി. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിന്റെ അപ്പനെ ഇച്ഛായമാരെ നിന്റെ കൺമുമ്പിൽ വെച്ച് എന്നെ കത്തിക്കോളാം. കത്തിക്കോളാ നീ. അവരെ കുത്തി വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കാൻ പറയണേ സാർ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കും. അതേടാ, ഇനി പ്രയോഗം വാക്കുകൾ കൊണ്ടല്ല, നീയൊക്കെ അനുഭവിക്കാൻ പോന്നേ ഉള്ളൂ. ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ കളക്ടർ സാറേ. രണ്ടിലൊരു കൂട്ടർ തീരാതെ ഈ പ്രശ്നോട്ട് തീരാനും പോകുന്നില്ല. എങ്കിൽ അതാ നല്ലത്. അങ്ങ് വിളിച്ചത് കൊണ്ട് മാത്രമാ ഞങ്ങൾ ഇവിടെ വരെ വന്നത്. എന്നോ നടന്നൊരു പഴങ്കഥയുടെ പേരിൽ പലതും ഞങ്ങൾ ക്ഷമിച്ചു. എന്റെ മോന്റെ കാലൊന്ന് പോയിട്ട് പോലും. ഇപ്പോഴും ഞാൻ അങ്ങേക്ക് വാക്ക് തരുന്നു, ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും സംഭവിക്കില്ല. പക്ഷേ ഇങ്ങോട്ട് ഇവരിനി ഒരു തെറി മനസ്സിൽ നുള്ളിയിട്ടാൽ ഈ തേവക്കാട്ട് അവറാച്ചന്റെ മറ്റൊരു മുഖം കൂടി ഇവർക്ക് കാണേണ്ടി വരും. വാടാ മക്കളെ. ഇനി അവരുടെ ഭാഗത്തുനിന്ന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പായി. അതെ, നിങ്ങൾ ഒരു വാക്ക് തരണം, തന്നേ ഒക്കൂ. ചേച്ചിമേ, അവരെത്തി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിനക്ക് ക്ഷീണമൊന്നുമില്ല, പഴയതുപോലെ തന്നെ. മക്കളെ കൂടെ കൊണ്ടുവരാറുന്നില്ലേ? അവര് വെക്കേഷന് ഇച്ചായി വന്നിങ്ങ് കൊണ്ടുവന്നു. ഡോക്ടർ ചേട്ടന്റെ മുഖത്ത് ഇപ്പഴാണ് തെളിച്ച് വീണത്. ഈ ഹീറോണ്ടേ ഇവിടെ പണി. മേബിൾ, യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? നീ വെറുതെ വാച പഠിച്ചു നിൽക്കാതെ ഈ ബാഗ് എടുത്ത് അകത്തുണ്ട്. അയ്യോടാ, എന്നാ അനുസരണ.
വേണ്ട കുഞ്ഞെ ഞാൻ വേണ്ട എടുത്തോളാം. അവളൊന്ന് എടുത്ത് പഠിക്കട്ടെ കൊണ്ടുപോടി ആ നടക്കുമ്പോ ആദ്യം കുറച്ചു ദിവസമൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. ഇപ്പോ അതങ്ങ് ശീലമായി പോയി. എല്ലാം ഫേറ്റ് എന്നല്ലാതെ എന്താ പറയാ. ആ, ഞാൻ അപ്പനോട് സൂചിപ്പിച്ച കാര്യത്തിന് ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം. എന്നാ ചേച്ചമ്മേ? നിന്റെ കല്യാണക്കാര്യം തന്നെയാടാ. ഓ അതിപ്പോ തീരുമാനിക്കാൻ എന്നാ, ഉടനെ അങ്ങ് നടത്തുക തന്നെ. അതെ. എന്റെ കാര്യത്തിന് മുമ്പ് ആദ്യം ഈ കാന്താരിയുടെയും ടോണിയുടെയും കല്യാണം നടക്കട്ടെ. ഓ, ജീവിതത്തിൽ ആദ്യമായി അവിടെ മുഖത്തൊരു ചമ്മലും നാണവും ഒക്കെ വന്നു. ദൈവാധീനം. ഇവൻ ഈ പറയുന്നൊന്നും അപ്പം കാര്യമാക്കണ്ട. നടത്തുമ്പോ രണ്ടും കൂടെ ഒരുമിച്ച് നടത്തുന്നത് തന്നെയാ നല്ലത്. അതന്നെ. അല്ലേ റാണിമോള് കല്യാണം കഴിഞ്ഞ് പോയാ പിന്നെ 8ാം ക്ലാസ് തോറ്റ് എന്റെ മേരി കുഞ്ഞിനെ ട്യൂഷൻ എടുക്കാനെന്നും പറഞ്ഞ് ഇവൻ റബേക്ക ടീച്ചറെ വീണ്ടും വിളിച്ചു വരുത്തും. ആ അപ്പ അമ്മച്ചിയുടെ ഓർമ്മ ദിവസം എടുത്തു വരില്ലേ? ശരിയാ, അന്ന് തന്നെ നടന്നതാ അതിന്റെ ഒരു ഭംഗി. അങ്ങനെയാണെങ്കിൽ മനസ്സമ്മതം ഉടനെ നടത്തിയ അരമനയിൽ ചീട്ട് വാങ്ങി 3 കൂട്ടി വിളിച്ചു വലിയ അങ്ങ് നടത്താം. ആ എങ്കിൽ ഉടനെ തന്നെ മനസ്സമ്മതത്തിന് തീയതി ഉറപ്പിക്കാം.